അമ്മച്ചീസ് വ്ളോഗ് കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലില്ല. ഞാൻ അനീത്തയുടെ വീട്ടിൽ റാന്നി പ്രദേശത്ത്. എൻ്റെ വീട്, ഞാൻ താമസം ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണ്. അപ്പോൾ ഇവിടെ ഒരാഴ്ചയോട് ഇവിടെ കാണും. വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഈ പറമ്പിലൊക്കെ ഇറങ്ങി ഒരുപാട് ഇലക്കറികളൊക്കെ ഉണ്ട് എടുക്കാനൊക്കെ. ഒന്നും ഞാൻ അതെടുക്കാനൊന്നും സൗകര്യപ്പെട്ടില്ല. ഇന്ന് എനിക്ക് തോന്നി ഇതിനകത്ത് വന്ന് കുറച്ച് ഇല എടുക്കാം. അപ്പോഴവിടുത്തെ ഇതൊന്നും എടുത്തേക്കാന്ന്. ഇത് കാണുന്നുണ്ടല്ലോ, കുറേ ഒരു 10-50 ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ വലിയ തൈ അപ്പുറത്തുണ്ട്. പിന്നെ ഇതേതാണ്ട് 2 മാസം കണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ, ഇത് സെറ്റ് ചെയ്തിട്ട്. അതിനിടയ്ക്ക് വലിയതൊന്നും നടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചേമ്പ് നട്ടേക്കും. ചേമ്പാകുമ്പോൾ അതിനേക്കാൾ പൊക്കത്തിൽ പോവുകയല്ല. കപ്പയൊന്നും നടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഈ ചേമ്പൊക്കെ മണ്ണൊക്കെ കൂട്ടി, ഇത് കുറച്ച് അധ്വാനമുള്ള പരിപാടിയാണ് കേട്ടോ. എങ്കിലും അധ്വാനിച്ച ഫലമുണ്ടാകുന്ന ഉദ്ദേശം. കേട്ടോ, അതിനിടയ്ക്ക് ചെറുതാണ്, അതൊരു ഇലക്കറിയാണ് കേട്ടോ. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് കാരണം ഞാനും 2 വർഷം മുമ്പ് പരീക്ഷിച്ച, ഈ വർഷം പൂ പോലും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു, പൂവും കായും ഒക്കെ ഉണ്ടായി. ഈ വർഷം അതിന് താഴെ വീണു ബക്കറ്റിൽ. നോക്കിയേ, ഇവിടെ ചീര നിൽക്കുന്നുണ്ട്. പറിക്കാൻ നിന്നിട്ടെല്ലാം മൂത്ത് പോയി, വെള്ളച്ചീര. അപ്പോൾ ഇന്ന് ഏതായാലും ഇതേലും ഇച്ചിരി എടുക്കണം, ഇച്ചിരി കറി വെക്കാൻ. കണ്ടോ, വെള്ളച്ചീര, ചുമന്ന ചീര എല്ലാം നിന്ന് പൂവായിപ്പോയി. കണ്ടോ, ഇവിടെ ഇവർ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും എടുക്കുകയില്ല. അങ്ങനെ നിന്ന് പോയതാണ്. അവൾക്കാണെങ്കിൽ ഇപ്പം പുറത്തോട്ട് ഇറങ്ങാനില്ല. ഇതെല്ലാം നോക്കിയാൽ കണ്ടോ, ഇത് ഇലക്കറിയാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ ഒരു ചീരച്ചേമ്പയാണ് നമ്മൾ കണ്ടതായിരുന്നു. അതിനിടയിൽ ഇതുപോലൊരു ചീരച്ചേമ്പ് നിൽപ്പുണ്ട് കേട്ടോ. ഈ ചേമ്പിൻ്റെ ഞാനാണെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ എടുത്തൊരു തോരൻ അന്ന് ഞാൻ കാണിച്ചല്ലോ, കാട്ടിയേമ്പ് തന്നെ ഞാൻ എടുക്കും. ഇതുപോലെ വെണ്ടയൊക്കെയാണ്. ഇതൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ, പൂവിടുന്നേ ഉള്ളൂ. ഒരു വെണ്ടയ്ക്ക ഇതേ നിൽപ്പുണ്ട് കേട്ടോ, പാകമായത്. ഇത് പൊന്നാങ്കണ്ണിച്ചീരയാണ്. എടുക്കാതെ നിന്ന് മൂത്ത് പോയി. ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, പൊന്നാങ്കണ്ണിച്ചീര. ഇത് വീട്ടിൽ നിന്ന് ഒരിക്കൽ വന്നപ്പോൾ ഞാൻ കൊടുത്ത് വിട്ടതാണ് കേട്ടോ. ഇതുവരെ അവരെടുത്തിട്ടില്ല. ഇത് കണ്ട വഴുതനയാണ്. ഇതിലൊക്കെ കായനി അടിയിലുണ്ടെന്ന് പൊക്കി നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. അങ്ങനെ ഇലക്കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എടുക്കാനാണെങ്കിൽ. ഇനിയും ഈ ഭാഗത്ത് കപ്പയാണ്. തെങ്ങുമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് തെങ്ങും തൈയൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നി കാപ്പിയൊക്കെ വെട്ടിക്കളഞ്ഞ റബ്ബർ ഉണ്ടായിരുന്നു, റബ്ബർ നട്ടിരുന്ന സ്ഥലമാണ്. ഇത് കാണുന്നുണ്ടോ, 2 പ്ലാവ്. ഈ വർഷം ഈ പ്ലാവിൽ നിന്ന് 5000 രൂപയുടെയൊക്കെ ചക്കയുണ്ടായിരുന്നു. ഈ ചക്ക എടുക്കുന്നവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം അവരൊന്നിച്ചൊരു വില പറഞ്ഞ് ഒരു വില പറഞ്ഞ് അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കപ്പയാണ് കേട്ടോ. കപ്പയുടെ ഓർന്ന് കണ്ടൊരു കൊല പൊടിഞ്ഞ് വീണ് മൂടിയിട്ടേക്കും. ഇതൊക്കെ ഇവിടെ കാച്ചിൽ കയറിയേക്കാണ്. ഇത് ചാമ്പ, ഇത് സപ്പോട്ട, ചെറിയ കായുണ്ട് കേട്ടോ. ഇതിന് കായ ഒരു 2 മാസം 1.5 മാസമെങ്കിലും കഴിയും ഇതാകണമെങ്കിൽ. കരിവേപ്പ്, എല്ലാം കറി വെക്കാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ. സാമ്പാർ വെറുതെ കാട് പോലെ വളർന്നു നിൽക്കുന്നത്, അത് നമ്മുടെ അവിടെ ഉണ്ടാകും, എങ്കിലും ആരും അങ്ങനെ എടുക്കുക. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, പനിക്കൂർക്ക ഉണ്ടോ. ഞാനൊരിക്കലും തൈ കൊടുത്ത് വിട്ടു, അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. ഇത് അറിയാമല്ലോ, റംബൂട്ടാൻ. ഇപ്പോഴാണ് ഓർത്തു. റംബൂട്ടാൻ്റെ 10-50 തൈകൾ നട്ടിട്ടുണ്ട്. ഈ വാഴയുടെ ഇടയിലെല്ലാം ഉണ്ട്. ചേനയുണ്ട്, റംബൂട്ടാനുണ്ട്.
വാഴയെല്ലാം കുലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഴ കുലച്ച് കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞുകൊണ്ട് കൂമ്പ് തിന്നാൻ ആളില്ലാഞ്ഞുകൊണ്ട് ഒടിച്ചിട്ടേക്കുക. 2-3 ദിവസമായി ഒടിച്ചിട്ടേക്കുന്നു. പിന്നെ കണ്ടോ, വാഴക്കൂമ്പ് ഒടിച്ചിട്ടേക്കും. കറി വെക്കാനോ തിന്നാനോ ആളില്ലാത്തതുകൊണ്ട് പിന്നെ പട്ടി ഓലയുടെ വാഴ കുലച്ച്. പിന്നെ കുറേ വാഴയുണ്ട്, അതിനിടയിൽ റംബൂട്ടാനും ചേനയുണ്ട്. അപ്പോൾ ഈ റംബൂട്ടാൻ വളരാൻ തുടങ്ങിയാൽ പിന്നെ പൊക്കം വെക്കാൻ തുടങ്ങിയാൽ പിന്നെ വാഴ നടിയല്ലായിരിക്കാം. കാരണം പിന്നെ ചേന ഒരെണ്ണം നട്ടിട്ട് ഒരുപാട് വിത്തായതാണ്. ഞാനായിരുന്നു ഇത് കണ്ടോ, വാഴക്കൊമ്പൊക്കെ വെറുതെ കിടക്കുക. ആൾക്കാർ വേണ്ട. പിന്നെ ഇവിടെ വെച്ചാൽ കഴിക്കാൻ ആളുമില്ലല്ലോ. പിന്നെ എന്നാലും ഇതെല്ലാം വാഴയാണ്. പിന്നെ അധ്വാനിക്കണം കേട്ടോ, പൈസ ചിലവാക്കണം. പൈസ ചിലവാക്കിയാലും പൈസ അതിന് പ്രയോജനമുണ്ട് കേട്ടോ. ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ തൈ അവിടേക്ക് ഉണ്ട്, ഞാനെല്ലാം ഒന്നും നോക്കിയില്ല. റംബൂട്ടാന് 10-25 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ബഡ് മാതളമാണ്. പിന്നെ കപ്പ പല സൈസ് വെക്കും, കാരണം പല പ്രായത്തിലുള്ളത്. കാരണം ഒന്ന് പറിക്കുമ്പോൾ അടുത്തതാകും പറിച്ച് കഴിയുമ്പോൾ. അങ്ങനെ ഇത് പിന്നെ തെങ്ങും മറ്റും ഇതൊക്കെയാണ്. അവിടെയുണ്ടൊരു സപ്പോട്ട. പിന്നെ തേങ്ങ ഏതാണ്ട് വീണ് കിടക്കണം. പിന്നെ അപ്പം ഏകദേശം പറമ്പിനെക്കുറിച്ച് കൃഷിയെക്കുറിച്ചൊരു ധാരണ കിട്ടിയല്ലോ. അതിനിടയ്ക്ക് തെങ്ങ് വെച്ചിട്ടുണ്ട് തയ്യ. പിന്നെ പപ്പരങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പപ്പായ. അതൊന്നും പിന്നെ കാര്യമായിട്ട് വലുതല്ലെങ്കിലും ഉണ്ട്. പിന്നെ അപ്പം കണ്ടല്ലോ, ഈ നടക്കുന്നതിനിടയിൽ എന്തൊക്കെ കാണുന്നു എന്ന് ഞാൻ ഇത് നോക്കിയിട്ടല്ലേ എടുക്കുന്നത്. അതുകൊണ്ട്